യശശരീരനായ തോപ്പിൽ ഭാസി അദ്ദേഹത്തിന്റെ നാടകമാണ് അശ്വമേധം. അശ്വമേധത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ചോദിച്ച ഒരു ചോദ്യമുണ്ട്: രോഗം ഒരു കുറ്റമാണോ? അന്നത്തെ സാമൂഹ്യ സാഹചര്യം അതായിരുന്നു. കുഷ്ഠരോഗികളെ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, അവരെ അകറ്റി നിർത്തണം എന്ന വലിയ രീതിയിലുള്ള അജ്ഞതയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ നിലനിന്നിരുന്ന തെറ്റായ പ്രവണതകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ശ്രീ തോപ്പിൽ ഭാസി അദ്ദേഹം ചോദിച്ച ചോദ്യം തലമുറകൾക്കിപ്പുറത്തും ഈ ദിവസവും എല്ലാ ദിവസവും നാം ഓർമ്മിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമ്പയിൻ അശ്വമേധം എന്ന് പേരിട്ടത്. അപ്പോൾ അശ്വമേധം 6.0 എന്ന പേര് ഇത് 6ാമത്തെ വർഷമാണ്. 2018 നമ്മൾ അശ്വമേധം ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്ത് പുതുതായി കണ്ടെത്തിയ കുഷ്ഠരോഗികളുടെ എണ്ണം അല്ലെങ്കിൽ കേസസ് 783 ആയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഉള്ള വർഷങ്ങളിൽ നമ്മൾ അശ്വമേധം ഓരോ വർഷവും ക്യാമ്പയിനായിട്ട് തുടർന്നു. കോവിഡ് കാലത്ത് ഈ ക്യാമ്പയിനിൽ സ്വാഭാവികമായിട്ട് മഹാമാരിയെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, 1ാം വേവിന്റെ സമയത്ത് പൂർണ്ണമായിട്ടും ലോക്ക്ഡൌൺ ആയിരുന്നു. 2ാം തരംഗം 2021 മെയ് മുതലാണ് ആരംഭിച്ചത് ഈ സർക്കാരിന്റെ ആദ്യ കാലഘട്ടത്തിൽ. അതിനുശേഷം ഒരു 2022 മാർച്ച് ഏപ്രിൽ വരെ കോവിഡ് തുടർന്നിരുന്നു. എന്നിരുന്നാലും 2022-23 നമ്മൾ വീണ്ടും ക്യാമ്പയിൻ ഏറ്റെടുത്തു. അന്ന് 589 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 2024-25 ഈ സാമ്പത്തിക വർഷം ഡിസംബർ വരെ 486 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാം കാണേണ്ടത് രാജ്യത്തെ ഏറ്റവും കുറവ് കുഷ്ഠരോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. അത് കേരളത്തിന്റെ സുശക്തമായിട്ടുള്ള പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെയും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനമല്ല നമ്മുടേത്. നമ്മുടെ കൃത്യമായി നയത്തിന്റെയും വീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ സുശക്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് പ്രിവലൻസ് ഓഫ് ലെപ്രസി, ഈ രോഗം സമൂഹത്തിൽ ഏറ്റവും കുറവ് പ്രിവലൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് മറ്റാരോഗ്യ സൂചകങ്ങളിലും ഇപ്പോ നവജാത ശിശു മരണ നിരക്കും മെറ്റേണൽ മോർട്ടാലിറ്റി മാതൃമരണ നിരക്കും ഒക്കെ ഏറ്റവും കുറവ് കേരളത്തിലായതും ഈ സുശക്തമായിട്ടുള്ള പൊതുജന ആരോഗ്യ സംവിധാനം അല്ലെങ്കിൽ പൊതുജന ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഇപ്പൊ 2022-25 പ്രിവലൻസിന്റെ തോത് നമ്മൾ കണക്കിലെടുത്താൽ 0.15 കേരളത്തിലെ കുഷ്ഠരോഗത്തിന്റെ പ്രിവലൻസ് നിരക്ക്. 2023-24 അത് 1.15 തന്നെയായിട്ട് തുടർന്നു. 2024-25 അത് കുറഞ്ഞിട്ടുണ്ട്, 0.11 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടുള്ള യജ്ഞം, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളിൽ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ആ ക്യാമ്പയിനിലൂടെ കുട്ടികളിൽ പുതുതായിട്ട് രോഗം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അപ്പോൾ അതിന്റെ കണക്ക് പരിശോധിച്ചാലും 2022-23 33 കുഞ്ഞുങ്ങൾ, അന്നാണ് നമ്മൾ വളരെ തീവ്രമായിട്ട് കുഞ്ഞുങ്ങൾക്കിടയിലും ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. അന്ന് 33 കുഞ്ഞുങ്ങളെ കണ്ടെത്തി. 2023-24 30 കുഞ്ഞുങ്ങളെ കണ്ടെത്തി. 24-25 ഡിസംബർ മാസം വരെ 19 വരെ കണ്ടെത്തി. അതായത് കുഞ്ഞുങ്ങളിൽ രോഗം കണ്ടെത്തുന്നു എന്നുള്ളതിന്റെ അർത്ഥം മുതിർന്നവരിൽ ഇത് മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം ഈ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ വക്കിലാണ് ഉള്ളത്. നമ്മൾ കുറച്ചുകൂടി നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കുഷ്ഠരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കഴിയും. ഇത്രയും മികച്ച ഡേറ്റ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല. അപ്പൊ ഇതിന്റെ ഭാഗമായി നമ്മൾ ജനുവരി 30 കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സമർപ്പിതമായ ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് എല്ലാ വർഷവും നമ്മൾ തുടരുന്നതാണ്, നമ്മൾ തുടർന്നു പോരുന്നതാണ്. ഇന്ന് കുറച്ചുകൂടി ഓർമ്മപ്പെടുത്തലിനും ബോധവൽക്കരണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ DHS ഇവിടെ സൂചിപ്പിച്ചു, സിമെറ്റ് നഴ്സിംഗ് കോളേജിലെ കുട്ടികളാണ്. ഞാൻ അവരോട് ചോദിച്ചു ആരാണിത് ചിട്ടപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെയാണ് ചിട്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും അറിയിക്കുകയാണ്.
ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പറഞ്ഞു വെച്ചത്, ഇവിടെ ആദ്യം പാടിയ നമ്മുടെ അശ്വമേധം ഗാനം, അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ചിട്ടപ്പെടുത്തിയതാണ്. എനിക്ക് തോന്നുന്നു സ്കൂൾ സംഗീതം നൽകിയത് ഒരു സ്കൂളിലെ ടീച്ചറാണ് തോന്നുന്നു, NSSന്റെ ചുമതലയുണ്ട്. പക്ഷെ എഴുതിയത് നമ്മുടെ ആരോഗ്യ പ്രവർത്തക തന്നെയാണ് എഴുതിയതായിട്ട് കാണുന്നത്. അപ്പൊ ഇതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം എന്ന് പറയുമ്പോൾ നിറഞ്ഞ അഭിമാനമായുള്ളത്. കാരണം ഹൃദയം കൊണ്ടുകൂടി വളരെ പാഷനേറ്റ് ആയിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകനാണ് കേരളത്തിന്റെ സ്വത്ത് എന്നുള്ളത് ഒരിക്കൽ കൂടി വെളിവാകുകയാണ്. അതാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ നാളെ അവർ ഓരോരോ ഇടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരായിട്ടും അവരുടെ തൊഴിൽപരമായി തന്നെ ആരോഗ്യ മേഖലയിലേക്ക് എത്താൻ പോകുന്നവരാണ്. അപ്പൊ അവർ ആ നിലയിൽ അതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അതിന്റെ ആശയം, അതിന്റെ പ്രവർത്തനം, അതിന്റെ അവതരണം, അപ്പൊ അത്രയും ഇൻവോൾവ്മെന്റ് അവർക്കുണ്ട് എന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട്. എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും, കാരണം നമ്മൾ ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സ് ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പരിശോധനകൾ തുടർന്നു തന്നെ വരികയാണ്. വീടുകളിലുള്ള പോപ്പുലേഷൻ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ പരിശോധനകൾ നമ്മൾ നടത്തി വരുന്നു. ഇന്ന് കുറച്ചുകൂടി ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്നു. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള തൊലിപ്പുറത്തുള്ള നിറം മങ്ങിയ പാടുകൾ, വ്യത്യാസങ്ങളൊക്കെ തന്നെ അത് പരിശോധിക്കുക. അതിന്റെ സ്പർശനക്ഷമതയാണ് വാസ്തവത്തിൽ പരിശോധിക്കുന്നത്. അപ്പോൾ അത് പരിശോധിച്ച് അത് കുഷ്ഠരോഗമല്ല എന്നുള്ളത് ഉറപ്പാക്കുകയാണ്. ഈ സന്ദേശം എവിടേക്ക് എത്തുന്നു, ആരൊക്കെ ഇത് കേൾക്കുന്നു, വ്യക്തിപരമായി ഓരോരുത്തരും പരിശോധിക്കണം. എനിക്കിത് ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അത് വ്യക്തിപരമായി പരിശോധിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടോ നമ്മൾ പരിശോധിക്കണം. ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് അഥവാ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് നമുക്കത് ചികിത്സിക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ രോഗത്തെയാണ് നമ്മൾ അകറ്റി നിർത്തേണ്ടത്, രോഗികളെ അല്ല. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം ആ ചോദ്യം വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നതും അത് ഓർക്കുന്നതും. അതുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്ക് പ്രത്യേകിച്ച് ആ പേര് വന്നതും അങ്ങനെയാണ് എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും അതിന്റെ സംവിധാനങ്ങളുമൊക്കെ എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പയിനിൽ എല്ലാവരുടെയും സജീവ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.